വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളെ ധ്രുവട്ടൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, അവൻ്റെ ഒരു രാവിലെ ഒരു 6:30 മുതൽ ഉച്ചയ്ക്ക് ഒരു 12 മണി വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആളൊരു 4 മണി ടു 5 അതിൻ്റെ ഉള്ളിൽ എങ്ങനെ പോയാലും അവൻ നീക്കും. ഇപ്പം 2 ദിവസമായിട്ടൊരു 6:30 ആവുന്നുണ്ട്. ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെടുത്തിട്ട് അടുക്കളയ്ക്ക് വരാറാണ് പതിവ്. ഇപ്പം ഞാൻ എന്താണ് അവൻ്റെ പാമ്പർ മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുക. പാമ്പറൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാണ് പാമ്പർ. എന്നിട്ട് ഇപ്പോൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യാറില്ല, ഇങ്ങനെ എന്തെങ്കിലും പോകുമ്പോൾ മാത്രം. പിന്നെ രാത്രി എങ്ങനെ പോയാലും യൂസ് ചെയ്യാറുണ്ട് പാമ്പർ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറ്. ഇപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വാക്കറിൽ ഇരുത്തിയപ്പോൾ കാലെത്തുന്നതുകൊണ്ട് എല്ലായിടത്തേക്കും എത്തും വാക്കറിൽ. അപ്പോൾ അച്ഛനോ ഏട്ടനോ നിൽക്കുമ്പോഴാണ് പിന്നെ ഒന്ന് പുറത്തേക്ക് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. എന്നിട്ട് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുവരെ എൻ്റെ കൂടെ ഇരുന്നോളും. അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ എത്തിയപ്പോൾ ഞാൻ വാക്കറിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആളിങ്ങനെ ഇരുന്ന് കളിച്ചോളും, കുഴപ്പമില്ല, അതുവരെ കുഴപ്പമില്ല. ഇനി ഒരു 7:30 ആകുമ്പോഴാണ് ഫുഡ് കഴിക്കേണ്ട സമയം. ഇന്ന് നവരനെല്ലിൻ്റെ പൊടിയുണ്ട്, അപ്പം അതും പനങ്കൽക്കണ്ടും കൂടി ചേർത്തിട്ട് കുറുക്കാക്കി കൊടുക്കാറാണ്. എന്നും ഒന്ന് തന്നെയല്ല കൊടുക്കുക. ചില ദിവസങ്ങളിൽ മറ്റേ അമൃതം പൊടി ഉണ്ടല്ലോ, അംഗനവാടികളിൽ നിന്ന് കിട്ടുന്നത്, അത് കുറുക്കി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റേ ബേബി വീറ്റയുടെ പൗഡറുകൾ ഉണ്ടാവും, കിട്ടുമല്ലോ, വീറ്റ് ആപ്പിൾ പൗഡറൊക്കെ അത് കൊടുക്കാറുണ്ട്. ഞാൻ വെറൈറ്റിയാണ് കൊടുക്കാറ്, എന്നും ഒന്ന് തന്നെ ആയിട്ട് കൊടുക്കാറില്ല. ഇപ്പോൾ ആളെ ഏട്ടൻ നീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ കൂടെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വലിയച്ഛൻ്റെ വീട്, അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ അവനൊരു മനസ്സമാധാനം കിട്ടില്ല. അപ്പോൾ അവിടേക്ക് പോയതാണ് അവൻ. അപ്പോൾ ഒക്കെ ഒന്ന് നടക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പിന്നെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ച പാടെ ഞാൻ കുളിപ്പിച്ചെടുക്കും, കാരണം മേലൊക്കെ ആക്കിയിട്ടുണ്ടാവും അവൻ. അപ്പോൾ അവന് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പണിയാണ്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാൻ നേരമാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ രാവിലത്തെ എല്ലാ പരിപാടികളും തീർക്കും. പിന്നെ ഞാൻ അവൻ്റെ കൂടെ ഇരുന്നാലും പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുക ചെയ്യുക. അപ്പോഴത്തേന് ഞാൻ വേഗൻ്റെ പണികളൊക്കെ തീർക്കുക ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുറുക്കിയത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടാവാൻ കൂടിയിട്ട് താഴത്തേക്ക് പോയതാണ്, വലിയച്ഛൻ്റെ അവിടേക്ക് പോയതാണ്. അപ്പോൾ അവർ വന്നിട്ടില്ല. അവർ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ ഞാനൊന്ന് സ്പൂണായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ചൂടുണ്ട് അത്യാവശ്യം. അപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരും. അപ്പോൾ വിശന്നിട്ടാണെങ്കിൽ കരച്ചിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചൂടാറ്റി വെക്കുകയാണ്. സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതാ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ ഇനി ആൾക്ക് ഡയറക്റ്റ് ഉറക്കമാണ്, നേരിട്ട് ഉറങ്ങും ആൾ. ഇനി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇനി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങും ഇപ്പോൾ. അപ്പോൾ ഉറങ്ങിയ ആൾ. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കുക. എനിക്ക് കണ്ണെഴുതി കൊടുക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ കണ്ണെഴുത്തും പിരികെഴുത്തും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും കിടത്തിയപ്പോഴത്തേനും ആൾ നീറ്റും. എന്നാൽ ഒരു 5 മിനിറ്റേ കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. ചില നേരത്ത് കുറേ നേരം കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ ആ നേരത്താണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കുക. പക്ഷേ ഇന്ന് 5 മിനിറ്റ് ആകുമ്പോഴത്തേനും അവൻ നീറ്റും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ വലിയച്ഛൻ്റെ കൂടെ ആക്കി കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് വലിയമ്മ ആപ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുള്ളൂ. ഒരിടനേരത്തുള്ള ഭക്ഷണം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുക ചെയ്യുക. മിക്സിയിൽ അരച്ചിട്ട് കഞ്ഞിയാണ് കൊടുക്കാറ്. അപ്പം ഇനിയിപ്പോൾ അവനായിട്ട് ഇരുന്ന് കളിക്കണം. അവൻ അങ്ങോട്ടും മറിഞ്ഞിട്ടും കൊത്തിപ്പിടിച്ച് കയറിയിട്ടും അങ്ങനെയായിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ ഇനി അതിനൊക്കെ അവൻ്റെ പിന്നാലെ നടക്കലാണ് എൻ്റെ പണി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ടോയ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്ന് ഇതാക്കി പഠിക്കലും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, അതിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ആളിപ്പോൾ എന്ത് കിട്ടിയാലും വായെ കൊണ്ടുവരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. അപ്പോൾ ഒരാളെപ്പോഴും വേണം അവൻ്റെ പിന്നാലെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് 12 മണി വരെയുള്ള ഞങ്ങളെ കലാപരിപാടി എന്ന് പറയുന്നത്. ഇനി ഒരു 1:30 ആകുമ്പോൾ ഫുഡ് കൊടുക്കും, പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. ഇതൊക്കെ തന്നെ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.